ഹായ് സർ, ഈ ഉറ്റവർ എന്നുള്ള സിനിമ പ്രണയം, കുടുംബം, സാമൂഹ്യനീതി എന്നുള്ള വിഷയങ്ങളാണ് സിനിമയിലേക്ക് കൊടുത്തതെന്ന് പറഞ്ഞു. അത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് നമ്മൾ ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ കുറവാണ്. എല്ലാവരും കൊമേഴ്സ്യൽ സിനിമകൾ, മാസ് സിനിമകൾ അതിൻ്റെ പുറകെയാണ്. കാര്യം അത് നമ്മുടെ പുതിയ തലമുറ തന്നെ, ന്യൂ ജനറേഷൻ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പുറകെ പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ പ്രോബ്ലംസ് അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം. ഏതൊരു മനുഷ്യനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഇപ്പോഴത്തെ തലമുറയിൽ തന്നെ ഒരുപാട് പേര് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, ഡ്യൂട്ടീസ് ഉണ്ടെന്ന് കരുതുന്നില്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് കരുതുന്നില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വിഷയങ്ങൾ തന്നെ അവതരിപ്പിക്കണം എന്നുള്ള രീതിക്കാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. പിന്നെ വേറൊന്ന്, ഈ മൂവി എന്ന് പറയുന്നത് ഞങ്ങളൊരു രജിസ്റ്റർ ചെയ്യാത്ത തന്നെ ഒരു പ്രസ്ഥാനമുണ്ട്, മൂവി മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂവി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൂവിയിലൂടെ മൂവ്മെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സാധനം മൂവി മൂവ്മെൻറ്റ്. അതായത് ആ മൂവ്മെൻ്റ് അനുസരിച്ച് ടാലൻറ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത്, ടാലൻറ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരുപാട് പേര് അവസരങ്ങൾ കിട്ടാതെ താഴോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ വളരെ വിക്ടോറിയസ് ആയിട്ട് അല്ലെങ്കിൽ വിജയകരമായി നമ്മൾ കാണുന്ന പല ആളുകളും ശരിക്കും മികച്ച കഴിവുകൾ കൊണ്ടല്ല, മികച്ച അവസരങ്ങൾ തേടിയെടുക്കാനുള്ള കഴിവ് കൊണ്ടാണ് അവരങ്ങനെ എത്തിയിരിക്കുന്നത്. ഒരുപാട് കഴിവുള്ള ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടാതെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ക്ലബ് ചെയ്തിട്ടാണ്, അതായത് ആ മികച്ച ആൾക്കാരെ പൊതുധാരയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ, സിനിമ പൊതുധാരയിൽ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമ കൂടെയാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട്. കഥയിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ് ഉറ്റവർ സിനിമ ഉണ്ടായിരിക്കുന്നത്. സർ, ഈ സിനിമയിലൂടെ ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കണം അല്ലെങ്കിൽ അതുവഴി ആളുകൾ മാറണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് കണ്ടന്റ് കൊടുത്തത്? മാറണം എന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലാവും. ഇപ്പം സാറ് പറഞ്ഞു ഈ പ്രണയം അല്ലെങ്കിൽ ദുരഭിമാന കൊല, ഈ കാര്യങ്ങൾ മനുഷ്യർ ഇപ്പോഴും അത് ഉൾക്കൊണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ സാർക്ക് ഉറപ്പുണ്ടായിരുന്നു? ഉറപ്പായിട്ടും അതൊരു നല്ലൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം ഈ നമ്മുടെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആ സിനിമയിൽ ഒരു സ്ഥലത്തും ജാതിയെന്നോ മതമെന്നോ ഇന്ന ജാതിയെന്നോ മറ്റേ ജാതിയെന്നോ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ദുരഭിമാനക്കൊല നല്ലതാണോ മോശമാണോ ഒന്നും പറയുന്നില്ല. നമ്മളതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സിനിമ ആണ് കാണിച്ചിരിക്കുന്നത്. അല്ല ഒരിക്കലും അതൊരു ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ അല്ല, അങ്ങനെ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഒന്നുമല്ല, കൃത്യമായ ഒരു സിനിമയാണ് കാണിച്ചത്. കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ സിറ്റുവേഷൻ, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, ആ കഥാപാത്രങ്ങൾ ഇന്ന ക്യാരക്ടർ ഇങ്ങനെ പെരുമാറുന്നു, അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ, അതിൻ്റെ സിറ്റുവേഷൻസ്, നായകൻ ഈ സിനിമയിലേക്ക് ഇൻവോൾവ് ആയത് എങ്ങനെയാണ്? അതായത് ഞങ്ങൾ കഥാപാത്രങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. കഥാപാത്രങ്ങൾ ഫിക്സ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ആദ്യം ഫിക്സ് ചെയ്തു, അതിലൂടെ കഥാപാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. ഞങ്ങൾ സാമ്പത്തികം ലാഭിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് തന്നെ എഡിറ്റ് ചെയ്തു ആദ്യം. കാര്യം പലരും ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് സ്ട്രിക്റ്റ് എഡിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സീൻ വെറുതെ നമ്മൾ ഷൂട്ട് ചെയ്ത് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് അതിന് വേണ്ടിയുള്ള അന്വേഷണമായി. അപ്പോൾ ആ അന്വേഷണം എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഞങ്ങളിപ്പോൾ നായികയെ കണ്ടെത്താൻ വേണ്ടി തന്നെ ഒരു 100ഓളം പേരെ ഓഡിഷൻ നടത്തിയിട്ടുണ്ടാവും. ഈ ആതിര സുധീർ എന്ന് പറഞ്ഞാൽ ഇപ്പം നായിക കഥാപാത്രം ചെയ്തിരിക്കുന്ന കുട്ടി ആണ് ഞങ്ങൾ ആ കഥാപാത്രത്തിന് അനുരൂപയായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ നായകനായിട്ട് അഭിനയിച്ച അരുൺ നാരായണനും ഞങ്ങൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തു. അതിന് അവസാനമാണ് ഓഡിഷൻ നടത്തി ഈ അരുൺ നാരായണൻ വിജയിച്ചത്. കാരണം അദ്ദേഹം ഞങ്ങൾ കഥ എഴുതുമ്പോൾ ആ കഥാപാത്രം എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിൽ കണ്ടോ അതുപോലത്തെ ഒരാൾ നമ്മളെ മുന്നിൽ വരികയായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും, വിഷ്ണു എന്നുള്ള കഥാപാത്രം, ഗോവിന്ദൻ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും ഞങ്ങൾ ആ രീതിയിലേക്ക് പ്ലേസ് ചെയ്യായിരുന്നു. ഈ പുതുമുഖ നായിക ഇപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും സീൻസ് കാര്യങ്ങൾ എടുക്കുമ്പോൾ സാർക്ക് അത് ഓക്കെ അല്ല, അല്ലെങ്കിൽ ആ സീൻ വീണ്ടും ആ ഷോട്ട് വീണ്ടും എടുക്കണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയ ഏതെങ്കിലും ഷോട്ട്? അല്ല, നമ്മൾ ആവശ്യമുള്ള ഷോട്ടുകൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് എടുത്തത്. ഫൈനലായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ഒരു ഷോട്ട് പോലും മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല പെർഫോമൻസിനെ അത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും.